നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലെ സ്ത്രീകൾ, അതായത് അമ്മയോ ഭാര്യയോ മക്കളോ സഹോദരിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, പ്രധാനമായിട്ടും ഈ നക്ഷത്ര ജാതകരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. അതായത് ഈ നക്ഷത്ര ജാതകരായ ഒരു സ്ത്രീ ജാതകരെങ്കിലും നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ അത് വളരെയധികം അനുഗ്രഹമാണ്. നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത വളരെയധികം അത്ഭുതമാണ് ഈ സ്ത്രീ നക്ഷത്ര ജാതകർ കാരണം നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതായത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. കഷ്ടതകൾ മാറി, ഒരുപാട് കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുഃഖങ്ങളൊക്കെ മാറി സന്തോഷത്തിൻ്റെ പ്രകാശം നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകരോട് അല്ലെങ്കിൽ നക്ഷത്രകാരി നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ഭാഗ്യങ്ങളാണെന്നൊക്കെ തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയുവാനായിട്ട് കഴിയും. അതായത് സങ്കടങ്ങൾ മാറ്റുന്ന, ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന കുറച്ച് സ്ത്രീ നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുന്നത്. അതിലൊന്നാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ചതയം നക്ഷത്ര ജാതകരാണ്. ചതയത്തിൽ ജനിച്ച സ്ത്രീ സാധാരണയായി സ്വന്തം സങ്കടങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാറില്ല. മനസ്സിൽ എത്ര വേദനയുണ്ടായാലും ഒരു പുഞ്ചിരിയോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരാണ്. ജീവിതത്തിലെ പല പരീക്ഷണങ്ങളും ഇവർ നേരിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു പ്രശ്നം അവസാനിക്കുമ്പോൾ മറ്റൊന്ന് തുടങ്ങുന്ന അവസ്ഥയാണ് പലരുടെയും ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഭഗവതി ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിലേക്ക് ശക്തമായി വളരെയധികം അനുഗ്രഹം എത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 2 മാസത്തിനുള്ളിൽ തന്നെ ഈ ചതയം നക്ഷത്ര ജാതകർക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ്. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് ആശങ്കകളൊക്കെ മാറിക്കിട്ടും. രണ്ടാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് പൂരുരുട്ടാതിയാണ്. ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു നക്ഷത്ര ജാതകരാണ് ഈ പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ. ഭാവിയെക്കുറിച്ച് എപ്പോഴും ചിന്തകളുണ്ടാകും. എപ്പോഴും പഴയ ഓർമ്മകളും വേദനകളും ഇവരെ അലട്ടുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഫലം ഇവർക്ക് ലഭിക്കും. എന്നാൽ സാമ്പത്തികമായി വളരെ മെച്ചപ്പെടുവാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കുവാനും ഒക്കെയുള്ള ഒരു ആത്മധൈര്യം ഉണ്ടാകുന്ന ഒരു സ്ത്രീ നക്ഷത്ര ജാതകരാകുന്നു പൂരുരുട്ടാതിക്കാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയൊക്കെ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരും എപ്പോഴും മക്കളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമാണ്. കടഭാരമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം പ്ലാൻ ചെയ്ത് അതൊക്കെ മാറ്റുവാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു സ്ത്രീ നക്ഷത്ര ജാതകരാണ്. ഒരല്പം വെപ്രാളം അല്ലെങ്കിൽ ഏറ്റവും ആദ്യം എന്ന ഒരു ചിന്ത ഇവരിൽ കാണാറുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവരുള്ള ഒരു ഭവനം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹമുള്ള ഒരു ഭവനമാണ്. നിങ്ങളും ദുർഗാദേവിയെ പ്രാർത്ഥിച്ച് ഗണപതി ഹോമമൊക്കെ നടത്തുന്നത് വളരെ അനുഗ്രഹമാണ്. ഇനി അടുത്ത 3ാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് വിശാഖം നക്ഷത്ര ജാതകരായിരിക്കും. വളരെയധികം പരീക്ഷണങ്ങളാണ് കഴിഞ്ഞ ഒരുപാട് കാലഘട്ടമായി ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. എന്നാൽ ഈ പരീക്ഷണങ്ങളൊക്കെ മാറ്റപ്പെടുവാനായിട്ട് പോവുകയാണ്. തടസ്സങ്ങളൊക്കെ മാറി വളരെയധികം അനുഗ്രഹങ്ങൾ കടന്നു വരാൻ പോകുന്ന ഒരു സമയമാണ്. ഇനി 4ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. വളരെയധികം സഹായക മനസ്കതയുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ സ്ത്രീകളാണിവർ. എന്നാൽ പലയിടത്തും ഇവർക്ക് കിട്ടുന്നത് നിന്ദയാണ്. അതുപോലെ തന്നെ പല തിരിച്ചടികൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. യഥാർത്ഥമാകുന്ന അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അടുത്തു വന്നിട്ടും പലപ്പോഴും നിങ്ങൾ കാണാതിരിക്കുന്നത് ഒരു പതിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള തീരുമാനമൊക്കെ മാറ്റിവെച്ച് സ്വന്തം കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ഈ സ്ത്രീ നക്ഷത്ര ജാതകർ ഭവനത്തിലൊരു മുതൽക്കൂട്ടാണ്. ഇവരുള്ള ഭവനത്തിൽ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. 5ാമത്തെ നക്ഷത്ര ജാതകർ അനിഴം നക്ഷത്ര ജാതകരാണ്. ആരെയും ഉപദ്രവിക്കാതെ സ്വന്തമായി വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികളാണിവർ.
ഇവരുള്ള ഭവനങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ഇടർച്ചയ്ക്ക് ഒരു സമയമുണ്ടാകില്ല. അത്രത്തോളം ഉയർച്ച തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്ത നക്ഷത്ര ജാതകർ മൂലം നക്ഷത്ര ജാതകരാണ്. പലരും ഇവരെ അവഗണിക്കാറുണ്ട്. എന്നാൽ ഈ അവഗണനകളൊക്കെ വൻ നേട്ടത്തിലേക്കാണ് എത്തുവാനായിട്ട് പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും മാറ്റപ്പെടുവാനായിട്ട് പോവുകയാണ്. ഇനി 7ാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് തൃക്കേട്ടയാണ്. ഏറെ കാലങ്ങളായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഇവർ കാരണം പല വരുമാന മാർഗങ്ങളും തുറക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. ഭവനത്തിനുള്ളിൽ വൻ രീതിയിലുള്ള സന്തോഷം കടന്നു വരും. ജീവിതത്തിൽ വളരെ അനുഗ്രഹമുണ്ടാകും. നിന്ദിക്കുന്നവരെ എല്ലാം ഇവർ ചേർത്ത് പിടിക്കുന്ന വ്യക്തികളാണ്. പരിഹസിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും ഒക്കെ ഇവർ വളരെയധികം ചേർത്ത് പിടിക്കും. അപ്പോൾ ഇതൊക്കെയാകുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കേണ്ട നക്ഷത്ര ജാതകരെന്ന് പറയുന്നത്. ജീവിതത്തിൽ വലിയ അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, ജീവിതത്തിൽ ഒത്തിരി നഷ്ടനിമിഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ നക്ഷത്ര ജാതകരുള്ള ഭവനങ്ങളിൽ വൻ അനുഗ്രഹം തന്നെയാകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഒക്കെ ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.